കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായത് കേസിൽ നിർണായകമായി. നേരത്തെ രാധാകൃഷ്ണൻ നൽകിയ പരാതി പോലീസ് വേണ്ട ഗൌരവത്തിൽ എടുത്തില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. KV ബൈജു കാസർഗോഡ് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ്. എന്തായാലും നിർണായകമായ ആ ഒരു തോക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ രാധാകൃഷ്ണൻ നേരത്തെ നൽകിയ പരാതി വേണ്ട ഗൌരവത്തിൽ പോലീസ് പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ബൈജു? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകൾ തേടുകയാണ് പോലീസ്. പ്രധാനമായും ദൃക്സാക്ഷികളില്ലാത്തൊരു കേസായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകളിലൂടെ മാത്രമേ ഇയാൾക്ക് തക്കതായ ശിക്ഷ നേടിക്കൊടുക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ഇന്ന് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. നാളെയോ മറ്റന്നാളോടുകൂടി ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം അത്തരത്തിൽ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. എന്തായാലും 5 ദിവസത്തേക്കാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക. ഇതിൽ ഏറ്റവും നിർണായകമായ തെളിവായ ഈ തോക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രതി സന്തോഷമായ തെളിവെടുപ്പിനെത്തിച്ചാണ് ഈ തോക്ക് കണ്ടെത്തിയത്. അത് ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയും താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിലെ വിറകുപുരയിലാണ് ഇയാൾ അത് ഇത്തരത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇന്നലെ നമ്മൾ മോർണിംഗ് ഷോ നടത്തുമ്പോൾ ഈ തെളിവ്, ഈ തോക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനായി വലിയ തോതിലുള്ള തെരച്ചിലൊക്കെ നടക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഏറ്റവും ഒടുവിലായി ഈ തോക്ക് കണ്ടെത്താനായത്. അതിനും അപ്പുറം മറ്റു തെളിവുകൾ, കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇയാൾ ഫേസ്ബുക്കിലൊക്കെ നിരവധി പോസ്റ്റുകൾ, ഭീഷണി സന്ദേശം മുഴക്കിക്കൊണ്ട് കൊലപാതകം നടത്തുമെന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ തോതിൽ ചോദ്യം ചെയ്യാൻ ഇന്നലെ സാധിച്ചിട്ടില്ല. തെളിവെടുപ്പ് ഉൾപ്പെടെ നടപടികളും ഉണ്ടായിരുന്നു. അത്തരം നടപടികളെല്ലാം പൂർത്തിയാക്കിയാണ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതും. ഇതിനിടയിൽ തന്നെ ഈ സംഭവം, ഇവർ തമ്മിലുള്ള തർക്കം 3 മാസങ്ങൾക്ക് മുൻപ് പരിയാരം പോലീസിൽ എത്തിയിരുന്നു. പക്ഷേ പോലീസ് അത് വേണ്ട രീതിയിൽ അത്ര ഗൌരവത്തിൽ എടുത്തില്ല എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. നിരന്തരം രാധാകൃഷ്ണനെതിരെ കൊലപ്പെടുത്തുമെന്ന രീതിയിലുള്ള ഒക്കെ ഭീഷണി ഇയാൾ മുഴക്കിക്കൊണ്ടിരുന്നു. ഈ കൊലപാതകം നടന്ന ദിവസവും അന്ന് രാവിലെയും രാധാകൃഷ്ണനെ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നിട്ടുണ്ട്. ഇതൊക്കെ പോലീസിന് അറിയാമെങ്കിലും പോലീസ് അത്ര ഗൌരവത്തിൽ എടുത്തില്ല എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഒരു പക്ഷേ പോലീസ് ശക്തമായ നടപടി ഈ പ്രതിക്കെതിരെ ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രാധാകൃഷ്ണന്റെ കൊലപാതകം ഉണ്ടാകില്ലായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ നെഞ്ചിൽ ആഴത്തിലേറ്റ ഈ വെടിയുണ്ട മുറിവാണ് ഈ മരണകാരണം എന്നാണ് പറയുന്നത്. ഒരു ലൈസൻസ് ഇല്ലാത്ത തോക്ക് ഉപയോഗിച്ചായിരുന്നു ഇയാൾ ഈ കൊലപാതകം നടത്തിയത്. ഈ തോക്ക് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇനി പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഇത്തരത്തിൽ പോലീസ് തേടുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.